+2 എക്സാം ഒക്കെ കഴിഞ്ഞു. പിന്നെ മാത്തമാറ്റിക്സും അതുപോലെ എല്ലാ സബ്ജക്റ്റും ഒന്ന് ടൈറ്റായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ടു ബി ഓപ്പൺ നല്ല കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എക്സാം വന്നാൽ പിന്നെ എക്സാമിന് എന്താണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന എക്സാംസ്, കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ വ്യാപ്തിയും അതിൻ്റെ കോമ്പറ്റീവ്നെസ് ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ചെറിയ കാര്യത്തിൽ നമ്മൾ പോരാളികൾ തളരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എക്സാം ഉഷാറായിട്ട് എഴുതി. ഇനി +2 സയൻസിലെ കുട്ടികളിൽ തന്നെ നീറ്റ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നീറ്റ് പിന്നെ അതിൽ 2 തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന് ഒരു മാസം ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഫുള്ള് പഠനം തന്നെ ആയിരുന്നു, ഒരു മാസം ഒന്ന് ചില്ലാക്കിയതിന് ശേഷം നമുക്ക് റിപ്പീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് അവരുടെ ചോയ്സാണ്. പക്ഷേ ഞാൻ അതിന് യോജിക്കുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു അവയർനെസ് ഇല്ലാതെ, എന്തെങ്കിലും പ്ലാൻ ഇല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് കൂടുന്നെങ്കിൽ നോക്കണ്ടേ. അപ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. നമ്മൾ ചെറിയ ഷോപ്പിലൊക്കെ, ഹലുവൻ്റെ ഷോപ്പിലൊക്കെ പോയ സമയത്ത് നമുക്ക് ചെറിയൊരു പീസ് വരും, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ നോക്കണ്ടേ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് വാങ്ങണോ വാങ്ങേണ്ടതെന്ന് മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ളൊരു അപ്രോച്ച് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ പലതരത്തിൽ ട്രൈ ചെയ്യാം. ഇനി രണ്ടാമത്തെ ഓഡിയൻസ് ഒന്ന് ക്രാഷൊക്കെ ചെയ്യണം, ഒന്ന് പുതിയ ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടണം, ഹോസ്റ്റലൊക്കെ ഒന്ന് പോകണം, ഒന്ന് അടിച്ചു പൊളിക്കുന്ന ആൾക്കാരുണ്ടാവും. അതിൽ തന്നെ പഠിക്കണം എന്നുള്ള ആൾക്കാരുണ്ടാവും, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇനി ഈ ഓഡിയൻസിനൊക്കെ ഞാൻ മുന്നിൽ നിർത്തിയിട്ട് ഞാൻ പറയുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, നീറ്റ് എക്സാമിൽ നല്ല രീതിയിൽ ഈ ഒരു മാസം കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതായത് ഈ 30 ദിവസത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അഡ്വാൻറ്റേജും എനിക്ക് കിട്ടണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കാണ് ഈ വീഡിയോ ഇനി പറയാൻ പോകുന്നത്. അതായത് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ നമ്മൾ PYQ എന്ന് പറയും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതായത് കഴിഞ്ഞ 10 വർഷം വേണമെങ്കിൽ എടുക്കാം. ഇനി ടു ബി ഓപ്പൺ 5 വർഷം എടുക്കുകയാണെങ്കിൽ കുറേ NCERT ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടിയിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതായത് ഓൾമോസ്റ്റ് 80% ക്വസ്റ്റ്യൻസ് വരുന്നതും ഒരു 20% ടോപ്പിക്കിൽ നിന്നാണ്. അതായത് 20% ടോപ്പിക് ഉണ്ട്. നമുക്ക് കുറേ ടോപ്പിക്സ് ഉണ്ട്. ഒരു 1000 ടോപ്പിക് ഉണ്ടെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ 200 ടോപ്പിക്കിൽ നിന്നാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൊത്തം അങ്ങനെ എടുക്കുകയാണെങ്കിൽ 200 ടോപ്പിക്കിൽ നിന്നാണ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ 200 ടോപ്പിക്ക് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. കഴിഞ്ഞ 10 വർഷത്തെ ഒരു PYQ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടോപ്പിക്ക് നമുക്കിങ്ങനെ സ്വരൂപിക്കാൻ പറ്റും, അങ്ങനെ ഗ്രൂപ്പാക്കാൻ പറ്റും. ഈ ടോപ്പിക്കിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പം ആ ടോപ്പിക്കിൽ നിന്ന് ഇപ്പം കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ഏരിയയിൽ നിന്ന് ചിലപ്പം 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 3 ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിക്കാരം, പക്ഷേ ആ കോൺസെപ്റ്റോ അല്ലെങ്കിൽ ടോപ്പിക് ഒന്നേക്കാരം. അപ്പം അങ്ങനെ 80% ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇത്രയും ഏരിയ എന്നായതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായാലും പഠിക്കണം, ക്വസ്റ്റ്യൻ ചെയ്യണം. പക്ഷേ ഈ PYQ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം. അത് മാത്രം ചെയ്താൽ പോയി. അത് മാത്രം ചെയ്താൽ നല്ല മാർക്ക് ഉണ്ടാവുമെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ആ ടോപ്പിക് എന്ത് ചെയ്യണം, ആ ഏത് PYQ വന്ന ക്വസ്റ്റ്യൻ വന്ന ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രോപ്പർലി അഡ്രസ്സ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് അതെങ്കിലും വൃത്തിക്ക് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ എന്ത് ചെയ്യും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി ടിപ്സൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഡയമെൻഷൻ അനാലിസിസ് ഒക്കെ യൂസ് ചെയ്യുക, കുറേ MCQ ഹാക്സ് ഒക്കെ യൂസ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, +2 കഴിഞ്ഞ് ഡയറക്റ്റ്ലി പിന്നെ എൻട്രൻസ് ചെയ്താൽ പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ ഇതുവരെ MCQ ചെയ്താത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്കുള്ള കേട്ടോ. ഇപ്പോൾ മേ ബി ഇപ്പോൾ ഡോപ്പൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലും അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഡെയിലി 400-500 ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവരൊക്കെ ഈ പറയുന്ന PYQയും അതുപോലെ തന്നെ അതിൻ്റെ NCERT എക്സസൈസും അഡീഷണൽ എക്സസൈസും എക്സാമ്പിൾസും സോൾവ്ഡ് എക്സാമ്പിൾസും അവർ തന്നെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കല്ല ഇത് വളരെ കൂളായിട്ട് എക്സാം എഴുതാൻ പോകണം. പക്ഷേ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കിട്ടണം. ആ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ PYQ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കൂടെ പുതിയ ക്വസ്റ്റ്യൻസും കുറച്ച് GT ഗ്രാൻഡ് ടെസ്റ്റുകളൊക്കെ എഴുതിയാൽ അത്രയും നല്ലത്.